അപ്പു, മോളെ അപ്പു. എന്താ മോളെ നീ ഒന്നും കഴിക്കാതിരുന്നേ? അച്ഛനത് എന്ത് ഭാവിച്ചാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല അപ്പു. എനിക്കിപ്പോ നിന്റെ കാര്യത്തെക്കാൾ പേടി അച്ഛന്റെ കാര്യം ഓർത്തിട്ടാ. എന്നെ പൂട്ടിയിട്ട് മര്യാദ പഠിപ്പിക്കുക അച്ഛൻ. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ? എന്റെ മനസ്സിങ്ങനെയായി പോയതിന് ഞാൻ എന്ത് പഴിച്ചു? അച്ഛൻ പറയുന്നത് പോലെയൊക്കെ ഞാൻ അനുസരിച്ചില്ലേ? ഇനിയും ഞാൻ അനുസരിച്ചോളാം. ആരെയും കാണാതിരിക്കാം, ആരോടും മിണ്ടാതിരിക്കാം, എങ്ങും പോവാതിരിക്കാം. പക്ഷെ എന്റെ മനസ്സ് പറയുന്നത് പോലെ എന്നെ ഒന്ന് ജീവിക്കാൻ അനുവദിക്കമ്മേ. അപ്പു, അച്ഛനത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അച്ഛന് മാത്രമല്ല, നിന്നെ സ്നേഹിക്കുന്ന ആർക്കും. എങ്കിൽ ഒരു ഉപകാരം ചെയ്തു തരാൻ അച്ഛനോട് പറ. ഒരിക്കൽ ചെയ്ത് പരാജയപ്പെട്ടതുകൊണ്ട് ഇനി ഒരിക്കൽ കൂടി പരീക്ഷിക്കാൻ പേടിച്ചിട്ടാ. ആരും അറിയാതെ എന്നെ ഒന്ന് അവസാനിപ്പിച്ച് തരാൻ പറ അച്ഛനോട്. ശരിക്കും ഞാൻ ആത്മാർത്ഥമായിട്ട് പറഞ്ഞതാ അമ്മ. എന്റെ കൈകൊണ്ട് സൂയിസൈഡ് നോട്ട് വേണമെങ്കിൽ ഞാൻ എഴുതി വെക്കാം. അതിലപ്പുറം എനിക്കിപ്പോ ധൈര്യം ഇല്ലാത്തോണ്ടാ. അച്ഛന്റെ കൈകൊണ്ടാവുമ്പോ ഞാൻ പേടിക്കില്ല. എല്ലാവർക്കും വേണ്ടി സന്തോഷത്തോടെ ഞാൻ. അപ്പോ നീ ഒന്ന് ചുമ്മാ ഇരിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ഭ്രാന്ത് പിടിച്ച് നിൽക്കാ ഞാൻ. അതിന്റെ കൂടെ നീയും കൂടെ എന്നെ. നീ ഒന്ന് റെഡിയാവ്, നമുക്ക് പുറത്തു പോവാം. എന്താ നീ ഇങ്ങനെ നോക്കുന്നേ? ഞാൻ പറഞ്ഞ സത്യ. വേഗം പോയി റെഡിയായി വാ. ഞാൻ വരുന്നില്ല അമ്മ. പറയുന്നത് കേക്കപ്പോ. അച്ഛൻ വഴക്ക് പറയുന്നത് പേടിച്ചിട്ടാണെങ്കിൽ നീ അത് കാര്യാക്കണ്ട. അച്ഛനോട് ഞാൻ പറഞ്ഞോളാം. എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ചെന്ന് റെഡിയാവും. അപ്പോഴേക്ക് ഞാനും റെഡിയായി വരാം. എഴുന്നേക്കപ്പോ. ആ ഡേവിഡേ, കാര്യവട്ടത്ത് സൈറ്റിൽ നിന്ന് ലേബേഴ്സ് കുറവാണെന്ന് പറഞ്ഞ് വിളിച്ചിരുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കരമന സൈറ്റിൽ നിന്നോ നാലാഞ്ചിറ സൈറ്റിൽ നിന്നോ കുറച്ച് ആൾക്കാരെ വിട്ടുകൊടുക്കേണ്ടി വരും. ആ ഹമീദിനോട് പറഞ്ഞിട്ട് എന്താന്ന് വെച്ചാ ചെയ്. ഞാൻ ഓഫീസിൽ എത്തുമ്പോൾ ലേറ്റ് ആവും. ശരി, താൻ അവിടെ ചെന്നിട്ട് എന്നെ ഒന്ന് തിരിച്ചു വിളിക്കുക. അത് ഞാൻ നോക്കിക്കോളാം, വേണ്ടത് ചെയ്യാം. ഇപ്പം അവിടുത്തെ വർക്ക് നടക്കട്ടെ. ശരി. ചായ. മാളു ആകെ വാശിയിലാണല്ലോ മുരളിയേട്ടാ. ഇന്നലത്തെ വഴക്കിന് ശേഷം അവൾ ഒരു വക കഴിച്ചിട്ടില്ല. ഇപ്പതേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വിളിച്ചിട്ട് പോലും അവൾ മൈൻഡ് ചെയ്യുന്നേ ഇല്ല. വാശി എന്ന് വെച്ചാൽ ഇങ്ങനെയുണ്ട് ഒരു വാശി. കഴിച്ചില്ലെങ്കിൽ കഴിക്കണ്ട. ഇല്ലാഞ്ഞിട്ടല്ലോ, വേണ്ടാഞ്ഞിട്ടല്ലേ. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? പട്ടിണി കിടന്ന് അവള് വല്ല അസുഖവും വരുത്തി വെച്ചാലോ? എന്താന്ന് വെച്ചാ ആവട്ടെ, അല്ലാതിപ്പോ ഞാനെന്തു പറയാനാ? അല്ലെങ്കിൽ തന്നെ ഓഫീസിലെ കാര്യങ്ങൾ ആലോചിച്ചിട്ട് മനുഷ്യനൂടെ ഭ്രാന്ത് പിടിച്ചിരിക്കുക. അതിൻ്റെ കൂടെ വീട്ടിലും സ്വസ്ഥത തരില്ലെന്ന് വെച്ചാ പിന്നെ എന്തു ചെയ്യും? ഞാൻ പറയുന്നത്, തല്ലിനും വഴക്കിനൊന്നും പോവാതെ മുരളിയേട്ടൻ അവളോട് സ്നേഹമായിട്ടൊന്ന് സംസാരിക്ക്. അപ്പൊ അവളുടെ ഈ വാശിയും പിണക്കമൊക്കെ മാറുമെങ്കിലോ? ഇപ്പൊ ഏതായാലും ഞാൻ ആ സാഹസത്തിന് മുതിരുന്നില്ല. സംസാരിച്ചു തുടങ്ങിയ മാള് വെറുതെ നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യുള്ളൂ. പിന്നെ നിയന്ത്രണം വിട്ട് തല്ലിലും വഴക്കിലും ഒക്കെ അത് കലാശിക്കുകയുള്ളൂ. എന്തിനാ വെറുതെ? ഏതായാലും ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു, അശ്വതി,
അവളിനി എത്ര വാശി പിടിച്ചാലും VPയുടെ ഫാമിലിയുമായിട്ട് ഒരടുപ്പത്തിന് ഞാൻ സമ്മതിക്കില്ല. അപ്പുവിൻ്റെ കൂട്ടില്ലാതെ അവൾ കോളേജിൽ പോവാമെങ്കിൽ മാത്രം പോയാൽ മതി. എന്നാൽ ഞാൻ ഇറങ്ങട്ടെ. പറ്റുവാണെങ്കിൽ നീ അവളുമായിട്ടൊന്ന് സംസാരിക്കേ. പിന്നെ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, അപ്പുവുമായി ബന്ധപ്പെട്ട് ഒരു കോംപ്രമൈസിനും നമ്മൾ തയ്യാറല്ലെന്ന് പറഞ്ഞേക്കണം.